ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ്. ഇതിൻ്റെ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പുതിയ ഫോണിൻ്റെ ഗെയിമിംഗ് റിവ്യൂ കാണിച്ചു തരാനാണ്. അതായത് ഓപ്പോ K13 ആണ്. അപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ തന്നെ വേറെ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ആണ്. അപ്പോൾ ഞാനും കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് നോക്കി. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഗെയിംസ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ആസ്ഫാൾട്ട് 9 ലെജൻഡ്സ്, പിന്നെ അതേപോലെ തന്നെ BGMI ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ച് 1-2-3 ചെറിയ ഗെയിംസും ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും സ്ഥിരം വീഡിയോ ചെയ്യാറുള്ള നമ്മുടെ ഗെയിമായ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് PUBG കളിച്ചപ്പോൾ നമുക്ക് അൾട്ര അല്ല, അതിൻ്റെ മുകളിലുള്ള മറ്റേ എക്സ്ട്രീമിലൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൽ കുറേ ഗെയിമേഴ്സിൻ്റെ ഒക്കെ ഞാൻ റിവ്യൂ കണ്ട്, ഈ ഒരു ഫോൺ അടിപൊളിയാണ്, ഈ ഒരു ബഡ്ജറ്റിൽ അടിപൊളി ഗെയിമിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് തന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്പെക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സർ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 6 Gen 4 ആണ്. അപ്പോൾ അതായത് അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്രോസസ്സറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ നല്ല രീതിയിൽ ഗെയിമിങ് സംഭവങ്ങളൊക്കെ നടക്കും. പിന്നെ അതേപോലെ തന്നെ റാം 8 GB റാം ഉണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് വേപ്പർ ചാമ്പർ ഉണ്ട്, അതായത് VC എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ട്. അതായത് നമുക്ക് ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തു. അതായത് ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല, വളരെ ചെറിയൊരു വാം സംഭവം നമ്മുടെ ഫോണിൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യുന്ന സംഭവം ഒന്നും ഞാൻ ഫീൽ ചെയ്തില്ല. ഞാൻ കുറേ മണിക്കൂറുകളോളം നിന്ന് കളിച്ചില്ല, എന്നാലും കുറച്ച് നേരം ഒരു 40-50 മിനിറ്റ് കളിച്ച് നോക്കി. അപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. പിന്നെ ഞാൻ വേറെ കുറേ വീഡിയോസിലും കണ്ടു ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് പറഞ്ഞവർ. അതായത് ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഇല്ല, വേപ്പർ ചാമ്പർ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ കൂളായിരിക്കും ഫോൺ എപ്പോഴും. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ ഒരു എബവ് ആവറേജ് ഫോണാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇനി കുറച്ച് ഗെയിംസ് കളിക്കുന്നത് കാണിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് FPS മീറ്ററൊക്കെ മുകളിലിട്ടുണ്ട്. അപ്പോൾ അത് 15 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിംസ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആസ്ഫാൾട്ട് 9 ലെജൻഡ്സ്, ബാറ്റിൽ ഗ്രൗണ്ട്സ്, പിന്നെ അതേപോലെ തന്നെ PES ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ട്. പിന്നെ വേറെ ചെറിയ ഗെയിംസാണ്, അത് എടുക്കണില്ല. അപ്പോൾ ഇത്ര ഗെയിംസാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ആസ്ഫാൾട്ട് വെച്ച് തുടങ്ങാം. അപ്പോൾ എന്തായാലും നമ്മൾ ആസ്ഫാൾട്ടിൻ്റെ ഗെയിം സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫിക്സൊക്കെ ഒന്ന് ടോപ്പിലിട്ട് കൊടുക്കാം. ഹൈ ക്വാളിറ്റിയിലിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് 60 FPS കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഹൈയിലിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൈ ഇട്ടുണ്ട്. ലൈറ്റിങ് ഹൈ, ഷാഡോ, അൾട്ര, അപ്പോൾ എല്ലാം ഇപ്പോൾ ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ മുകളിലൂടെ FPS നമുക്ക് കാണാൻ പറ്റും. 59 ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സൊക്കെ നമ്മുടെ ഏറ്റവും ടോപ്പിലാണ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് നോക്കാം. വല്ല ഹാങ്ങോ സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇത്ര നേരമായിട്ട് വലിയ ഹാങ് ഒന്നും കാണില്ല, തീരെ ഹാങ് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ടോപ്പ് ഗ്രാഫിക്സിലിട്ടാണ് കളിക്കുന്നത്. 60 FPS അൾട്രാ ഗ്രാഫിക്സാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി ഗെയിംസൊക്കെ ഒന്ന് കളിച്ച് നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BGMI ഒക്കെ ഇതേപോലെ നമ്മൾ അൾട്ര അല്ല, ഇപ്പോൾ BGMI എക്സ്ട്രീം ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ അതിട്ടിട്ട് കളിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഹാങ് ഒന്നുമില്ല. ഇത് ഞാൻ എന്തായാലും കളിച്ചതാണ്, നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓപ്പോ K13 യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഗെയിം റിവ്യൂ നിങ്ങളുടെ ഒരു ആസ്പെക്റ്റിൽ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എടുക്കാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു റൈസും കൂടി കളിച്ച് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് കൊടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഗെയിമിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ, നിങ്ങൾക്ക് നോക്കി കാണാൻ തീരെ ഫ്രെയിം ഡ്രോപ്സും ലാഗ് സംഭവങ്ങളൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിങ്ങും കൂടി ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇഷ്യൂസൊന്നും കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഗെയിമിങ്ങിനൊരു എബവ് ആവറേജ് ഫോൺ തന്നെയാണിത്. അപ്പോൾ ഇത് നമ്മളടുത്ത ഗെയിം എടുത്തിട്ടുണ്ട്, നമ്മുടെ PUBG ആണ്, BGMI ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഗെയിം പ്ലേ ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ അങ്ങനെ ഗെയിം അധികം കളിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പണ്ട് എപ്പോഴോ കുറച്ച് പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമേ കളിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഗെയിമൊന്നും ഞാൻ അധികം കളിക്കാറില്ല. പിന്നെ ഇപ്പോൾ കുറച്ചാൾ മുമ്പ് നമ്മുടെ വീഡിയോസിന് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ ഗെയിംസ് കുറച്ച് കളിച്ചിരുന്നു, അല്ലാണ്ട്
വേറെ ഗെയിംസൊന്നും നമ്മളങ്ങനെ അധികം കളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗെയിം പ്ലേ ഒന്നും നോക്കണ്ട, നിങ്ങൾ വെറുതെ ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചതാണ് ഈ ഗെയിമൊക്കെ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് ലോഡാവുണ്ട്. നമ്മുടെ FPS മുകളിൽ സെയിം തന്നെയാണ്, 59 തന്നെയാണ്, അത് ചേഞ്ച് ഒന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റിയ ഒരു ആപ്പാണ്, ലൈവ് FPS കൗണ്ടറോ അങ്ങനെ എന്താണ്ടാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഗ്രാഫിക്സ് നോക്കാം. ഞാൻ നേരത്തെ അൾട്ര എടുത്തിട്ടുണ്ടായിരുന്നു, അൾട്ര അല്ല എക്സ്ട്രീം ഇട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതാണ് എക്സ്ട്രീം HDR എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്, പക്ഷേ അത് വന്നിട്ടില്ല, കമ്മിങ് സൂണാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് അൾട്ര HDR ഇടാം, അല്ലെങ്കിൽ HDR ഇട്ടതിന് ശേഷം ഫ്രെയിം റേറ്റ് എക്സ്ട്രീം ഇടാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ HDR ഇട്ട് ഫ്രെയിം റേറ്റ് എക്സ്ട്രീമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എക്സ്ട്രീം ഇട്ടാൽ പെട്ടെന്ന് ബാറ്ററി പോവും, അങ്ങനെ ഇതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം കളിച്ച് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് അപ്ലൈ ആയിട്ട് അപ്പോൾ ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം എടുക്കാം. ഞാൻ പബ്ജിയിൽ പണ്ട് ഞാൻ കളിക്കുമ്പോൾ തന്നെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഗെയിം ഓപ്പൺ ചെയ്യുക, അതിന് ശേഷം ഏതെങ്കിലും വണ്ടി എടുക്കുക, ഓടിച്ചെടുക്കുക, അത് തന്നെയാണ് മെയിൻ പരിപാടി. നമ്മളങ്ങനെ ആരും കൊല്ലാനും ഇതൊന്നും പോകാറില്ല, ഞാനങ്ങനെ കളിക്കാറുമില്ല. കളിക്കുമ്പോൾ ചെയ്യുന്നത് വണ്ടി ഓടിക്കൽ മാത്രമാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പബ്ജിയിലായാലും ഗെയിം തുടങ്ങിയ വണ്ടി തപ്പിപ്പോയിട്ട് വണ്ടി എടുത്ത് ഓടിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ ഏതോ കാട്ടിൽ പോയി ഇറങ്ങിയത്. അപ്പോൾ ഇത് ഗെയിം പ്ലേ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്, കാരണം ഈ ഗെയിം എനിക്ക് വലിയ കളിച്ച് പരിചയമൊന്നുമില്ല. കുറച്ച് പ്രാവശ്യം കളിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ അത്ര ഗെയിം അതൊന്നുമല്ല, അതുകൊണ്ട് ഗെയിം പ്ലേ നോക്കണ്ട തൽക്കാലം. മുകളിലിപ്പോൾ FPS നോക്കിയാൽ 59 ആണ്, ചില നേരത്തെ 190 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് 120 അടുത്ത് ചില നേരത്ത് കാണിക്കുന്നുണ്ട്, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഈ FPS കൗണ്ടറും എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു FPSൻ്റെ കൗണ്ടർ കണ്ടപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് മുകളിൽ FPS കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടൊക്കെ എന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടി വല്ല വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വല്ല തോക്കൊക്കെ ഉണ്ടോ നോക്കി നോക്കട്ടെ. കുതിരയൊക്കെ ഉണ്ടോ? കുതിരയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും എന്നാൽ കുതിരേനൊന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കുതിരേനൊക്കെ കാണുന്നത്. അപ്പോൾ അത്രയും കുതിര ഓടിച്ച് നോക്കാം. കൊള്ളാം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ചൊരു അത്യാവശ്യം നോർമൽ കളിക്കുന്ന പോലെ കുറച്ച് വെടിവെപ്പും സംഭവങ്ങളൊക്കെ ആയിട്ട് കളിച്ച് നോക്കി. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വെറുതെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു ഗ്രാഫിക്സ് എക്സ്ട്രീം HDR ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. വിത്ത് സ്ക്രീൻ റെക്കോർഡിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലാഗോ ഫ്രെയിം ഡ്രോപ്സോ ഒന്നും കാണുന്നില്ല. FPS 60 ആണ് കിട്ടുന്നത്. അപ്പോൾ 60 FPS ഒക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് എക്സ്ട്രീം HDR ഇട്ട് കളിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഇനി എന്തായാലും നമുക്ക് ഇനി വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, തൽക്കാലം നമുക്ക് കുതിരയാണ് കിട്ടിയത്. അപ്പോൾ കുതിര ഓടിച്ചെടുക്കാണ്. അപ്പോൾ എന്തായാലും ഇത്രത്തോളം ഉള്ള. അപ്പം ഇനി നമുക്ക് അടുത്ത ഗെയിമും കൂടി നോക്കാം. അടുത്ത ഗെയിം അങ്ങനെ വലിയ സ്പെക്കുള്ള ഗെയിമൊന്നുമല്ല, നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നുള്ളൂ. നമ്മുടെ ബസ് സിമുലേറ്റർ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുതിയ കയറ്റിയ വണ്ടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബെൻസിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റിങ്സ് എടുക്കാം. 60 ഇടാം. ഗ്രാഫിക്സ് ഹൈ ഉണ്ട്, ഷെയ്ഡേഴ്സ് ടെക്സ്റ്റേഴ്സ് എല്ലാം ഹൈ ഇട്ടുണ്ട്. പിന്നെ ഷാഡോസ് ഹൈ ഇട്ടുണ്ട്, റോഡ് റിഫ്ലക്ഷൻ ഹൈ ഇട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഹൈ ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ജസ്റ്റ് നമ്മുടെ ഗ്യാരേജിലൊന്ന് പോയിട്ട് BMW കയറ്റിയിട്ടുണ്ട്, ബെൻസും ഉണ്ട്. നമുക്ക് ബെൻസ് എടുക്കാൻ തൽക്കാലം. ഏകദേശം 60 FPS ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ തന്നെ കയറ്റിയ കാറ്. ഇപ്പം തന്നെയല്ല, കുറച്ച് മുമ്പ് കയറ്റിയതാണ്. ബെൻസിൻ്റെ ഒരു വിൻറ്റേജ് മോഡൽ കാറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എക്സ്ട്രീം ഗ്രാഫിക്സ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. ഇതിൽ തീരെ സ്റ്റക്ക് വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഇത് ഞാൻ മുമ്പ് കളിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു അങ്ങനെ ടോപ്പ് ഗ്രാഫിക്സ് ഗെയിമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതിൽ എക്സ്ട്രീമൊക്കെ ഈസി ആയിട്ട് കളിക്കാം, തീരെ സ്റ്റക്കില്ല. സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുമ്പോഴും ഇഷ്യൂ ഇല്ല, നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ഇതേപോലെ പോകും. പിന്നെ അതുപോലെ ഈ ഒരു ബെൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു 200 മുകളിൽ സ്പീഡൊക്കെ കയറും. നല്ലൊരു വിൻറ്റേജ് ബെൻസാണ്. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് ഓടിച്ച് പോകാം. സ്ട്രൈറ്റ് റോഡ്സ് അടിപൊളിയായിട്ട് 200 ഈസി ആയിട്ട് കയറും.
എല്ലാവരും നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ നോക്കിയിട്ട് എടുത്താൽ കയറും. അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങൾക്ക് നോക്കി കാണാം. ഫ്രെയിം ഡ്രോപ്സോ സംഭവങ്ങളൊന്നും ഇല്ല. ഇതുവരെ കളിച്ച ഗെയിമുകളിലൊന്നും ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ഞാൻ പറഞ്ഞിട്ട് 200 എത്തി സ്പീഡാവും. ജസ്റ്റ് ഇടിച്ച് 200 ഇപ്പം സ്പീഡ് കണ്ടിരുന്നത് 209 ഉണ്ടായി. അപ്പോൾ എന്തായാലും ഇത്രത്തോളം ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളിയുണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം. ബൈ.